നടി ആക്രമിക്കപ്പെട്ട കേസ് ഓരോ ദിവസവും ഓരോ വഴിത്തിരിവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നടൻ ധർമ്മജൻ ബോൾഗാട്ടിയെയും പോലീസ് ചോദ്യം ചെയ്തു. ചില ഫോട്ടോകൾ കാണിച്ചവരെ പരിചയമുണ്ടോ എന്ന് മാത്രമാണ് പോലീസ് തന്നോട് ചോദിച്ചതെന്നാണ് ധർമ്മജൻ പറഞ്ഞത്. പക്ഷെ ആ ഫോട്ടോ ഇതാണ്. പൾസർ സുനി ധർമ്മജനോടൊപ്പം നിൽക്കുന്ന ചിത്രമാണ് പോലീസ് കാണിച്ചത്. ധർമ്മജന്റെ സെറ്റുകളിൽ സുനി എത്തിയിട്ടുണ്ടോ എന്നും സുനിയുമായിട്ട് പരിചയമുണ്ടോ എന്നുമാണ് പോലീസ് ചോദിച്ചത്. പക്ഷെ സുനിയെ തനിക്ക് യാതൊരു പരിചയമില്ലെന്നും ഒരുപാട് പേര് എന്നോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട്, അവരെയൊന്നും താൻ ഓർക്കാറില്ല എന്നുമാണ് ധർമ്മജൻ മറുപടി നൽകിയതും. നാദിർഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നോട് ചോദിച്ചിട്ടില്ല. പിന്നെ ഈ ദിലീപും നാദിർഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ടിവിയിൽ കാണിക്കുന്നത് കാണാറുണ്ട്, അങ്ങനെ മാത്രമുള്ള അറിവേ തനിക്കുള്ളൂ എന്നുമാണ് മാധ്യമങ്ങളോട് ധർമ്മജൻ പ്രതികരിച്ചത്. അതേസമയം ദിലീപിന്റെ സഹോദരൻ അനൂപിനെയും പോലീസ് ചോദ്യം ചെയ്തു. ഡിവൈഎസ്പി ആവശ്യപ്പെട്ട അനുസരിച്ചാണ് വന്നതെന്ന് ധർമ്മജൻ പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസ് അന്വേഷിക്കുന്ന സംഘമാണ് ധർമ്മജനെയും വിളിപ്പിച്ചത്. കേസിൽ ആരോപണ വിധേയരായ നടൻ ദിലീപിനെയും സുഹൃത്തും സംവിധായകനുമായ നാദിർഷയും കഴിഞ്ഞ ദിവസം പോലീസ് 13 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. ടെലിഫോൺ സംഭാഷണങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾക്കായാണ് ധർമ്മജനെ അന്വേഷണ സംഘം വിളിപ്പിച്ചത് എന്നാണ് സൂചന. നടിയെ ആക്രമിച്ച കേസിൽ നാദിർഷയും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെയും മുഖ്യപ്രതിയായ പൾസർ സുനിക്കൊപ്പം ചോദ്യം ചെയ്യും. ജയിലിൽ നിന്ന് താൻ ഫോൺ ചെയ്തത് നാദിർഷയും അപ്പുണ്ണിയെയുമാണ് എന്ന സുനി പറഞ്ഞതനുസരിച്ചാണ് മൂവരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യുന്നത്. കേസിലെ സ്രാവുകൾ ആരാണെന്ന് 2 ദിവസത്തിനുള്ളിൽ വെളിപ്പെടുത്തുമെന്ന് സുനി ഇന്നലെ കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകും വഴി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതുവരെ പോലീസിന്റെ ചോദ്യം ചെയ്യലിന് വിധേയരായ നടൻ ദിലീപ്, സഹോദരൻ അനൂപ്, സംവിധായകൻ നാദിർഷ, സഹായി അപ്പുണ്ണി, നടൻ ധർമ്മജൻ ബോൾഗാട്ടി എന്നിവർ സുനിലെ കുറിച്ച് വെളിപ്പെടുത്തിയ വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശദമായ ചോദ്യാവലിയാണ് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കിയിരിക്കുന്നത്. സുനിൽ ഇതിനു മുൻപ് മറ്റു ചില നടികളോടും സമാനമായ അതിക്രമം കാണിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലും പോലീസിന്റെ ചോദ്യം ചെയ്യൽ നടക്കും. സംഭവത്തിന് പിന്നിൽ ഒരു സൂത്രധാരനുണ്ടെങ്കിൽ ഇത്തവണത്തെ ചോദ്യം ചെയ്യലിന് വ്യക്തമാകും എന്നതാണ് പോലീസിന്റെ ഒരു പ്രതീക്ഷ.